തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്കായുള്ള ഞാറുനടിയിൽ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് പുത്തരിക്കണ്ടം മൈതാനത്ത് നിർവഹിച്ചു. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചിരികയാണ്. ജ്യോതിഷ്, ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് ഈ ഒരു അനുഷ്ഠാനപരമായ ആചാരപരമായ ഒരു ചടങ്ങാണ് നടന്നിരിക്കുന്നത്. ആരൊക്കെയാണ്, മറ്റ് പ്രമുഖരായ ആരൊക്കെയാണ് ഈ ഒരു ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. സ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരി ചടങ്ങുകൾക്കായുള്ള ഇപ്പോൾ മേയർ വി രാജേഷ് ഇപ്പോൾ ഞാറ് നട്ടിരിക്കുന്നത്. തുടർന്ന് പ്രധാനമായിട്ട് കുറച്ച് ഭാഗം കൂടെ മേയർ തന്നെ നെൽക്കതിര് പാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ മേയറിനോടൊപ്പം ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, വിവിധ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. കരമന അജിത്ത്, അതുപോലെ തന്നെ വിവിധ ചെയർമാൻമാർ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ് നേരത്തെ മുൻകാലങ്ങളിൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് തന്നെയായിരുന്നു, പുത്തരിക്കണ്ടം മൈതാനത്തു നിന്ന് ആയിരുന്നു നെൽക്കതിര് ഉപയോഗിച്ചു വരുന്നത്. പിന്നെ കുറെ വർഷങ്ങളായിട്ട് അത് മുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിരുന്നു നെൽക്കതിര് ഇവിടുത്തെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനായിട്ടുള്ള നിറപുത്തരിക്കായുള്ള നെല്ല് ഉപയോഗിച്ചിരുന്നത്. അതിപ്പോൾ BJP ഭരണകൂടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. ആദ്യം നമ്മൾ ഇനി മുതൽ ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കുക, ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്നുള്ള നെൽക്കതിര് തന്നെ ആയിരിക്കും ഉപയോഗിക്കുക, നിറപുത്തിരി ആയിരിക്കും ഉപയോഗിക്കുക എന്ന ഭരണത്തിലെത്തിയപ്പോൾ തന്നെ BJP നേതൃത്വം അറിയിച്ച ഒരു കാര്യമാണ്. അതാണ് ഇപ്പോൾ അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരുക്കിയിരിക്കുന്നത്. അതായത് പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ പുറകു സൈഡിലായിട്ടാണ് ഇത്തരത്തിലൊരു ഇതിന്റെ ഉത്സവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ആണ് ഇത്തരത്തിലൊരു നെല്ല് ഇവിടെ ഞാറുനടിയിൽ ഇപ്പോൾ ഞാറുനടിയിലിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ മേയർ വി രാജേഷ് ഇവിടെ നെൽക്കതിര് നടാൻ തുടങ്ങിയാണ്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, അതുപോലെ തന്നെ കരമന അജിത്ത് തുടങ്ങിയവർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ MR ഗോപൻ തുടങ്ങിയ വിവിധ ചെയർമാൻമാരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്കായുള്ള ഞാറുനടിയിൽ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ്. പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ ഒരു അനുഷ്ഠാനപരമായ ആചാരപരമായ ചടങ്ങുകളുടെ ഭാഗമായുള്ള ഒരു ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്യോതിഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചടങ്ങിന് അതിൻ്റെതായൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് അനന്തപുരി BJP ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട, ഭക്തിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ചടങ്ങുകൾ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഈ നഗരസഭയുടെ ഭാഗമായിട്ട് ഒരു ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായിട്ട് ഒരു കാലങ്ങളായി ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഒരു രീതിയായിരുന്നു അവലംബിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അതിൻ്റെതായൊരു മഹത്വം നൽകിക്കൊണ്ട്, അതിൻ്റെതായൊരു മഹിമ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ചടങ്ങുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നത്, അല്ലേ? ഉത്സവത്തിനൊക്കെ അതായത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നായിരുന്നു നമുക്ക് ഇവിടെ ഈ നിറപുത്തിരി ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള നിറപുത്തിരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുത്തരിക്കണ്ടം മൈതാനത്ത്, അതായത് മുൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്നായിരുന്നു നിറപുത്തിരി ഉത്സവത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇടതുപക്ഷം കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്ത പിന്നെ കാര്യമായ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്കായുള്ള ഞാറുനടിയിൽ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് പുത്തരിക്കണ്ടം മൈതാനത്ത് നിർവഹിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിശദാംശങ്ങളാണ്, വിവരങ്ങളാണ് ജ്യോതിഷ് നൽകിയത്.